ആ ഇത് അമ്മാൻ്റെ വീട് കണ്ട ഇവിടെ നോക്കോ ഇങ്ങോട്ട് നോക്കോപ്പാ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ ആക്ച്വലി മുംബൈ യാത്ര തുടങ്ങുന്നത് അല്ലേ. ഞങ്ങൾ ഇന്നലെ വന്നേ ഉള്ളൂ. ഇന്ന് ബ്രദറിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ പൻവേൽ ടു CST പോവാണ്, ഛത്രപതി ശിവാജി ടെർമിനസ്. അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും പിന്നെ എന്താണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, മറീൻ ഡ്രൈവ്, അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ ഇന്ന് കാണും അല്ലേ. അപ്പോൾ ഇന്ന് ഈവനിങ് വരെ മുംബൈയിലുണ്ടാവും. അവിടുത്തെ മുഴുക്ക കാഴ്ചകൾ, അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് പോവല്ലേ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് പൻവേൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. പൻവേൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോകേണ്ടത് CSTക്ക്. ഏകദേശം 1 മണിക്കൂർ പിടിക്കും. അപ്പോൾ നമുക്ക് ഇനി സ്റ്റേഷനിൽ വെച്ച് കാണാം. ഇതൊക്കെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ ചേരികളും ഇതൊക്കെ തന്നെയാണ്. എങ്ങനെ ഇവർ ഇവിടെയൊക്കെ താമസിക്കണമെന്ന് അറിയത്തില്ല. ഭയങ്കര കൺജസ്റ്റഡാണ് ഇവിടെ. പിന്നെ അത്ര വൃത്തിയും വെടുപ്പൊന്നും ഇല്ല സ്ഥലം. എന്താ ഒക്കെ ചളിയും ചേറും മണ്ണും ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇടയിൽ കൂടെയാണ് ഇവരും താമസിക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങളിപ്പോൾ പൻവേൽ സ്റ്റേഷൻ്റെ അടുത്ത് വന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. രാവിലെ തന്നെ നല്ല ചൂടുള്ള ഉഴുന്നുവടയും പരിപ്പ് വടയും ഉണ്ടല്ലോ. സൂപ്പർ അല്ലേ. ഇത് ബേബി വടയാണ്, ബേബി ഉഴുന്നുവട അല്ലേ. എങ്ങനെയുണ്ടപ്പാ? അല്ലല്ലേ, ചെറിയ വടകളാണ് കേട്ടോ. ഉഴുന്നുവടയും ചെറുതാണ്, പരിപ്പ് വടയും ചെറുതാണ്. മിക്സ് ആയിട്ട് വാങ്ങിയത് ഞാൻ. രണ്ടും ചട്നി സാമ്പാറും മിക്സ് ചെയ്തപ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റ്. അങ്ങനെ ഞങ്ങൾ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അപ്പോൾ ഇതാണ് അവിടുത്തെ കാഴ്ചകൾ. നല്ല തിരക്കാണ് കേട്ടോ. പൻവേൽ സ്റ്റേഷൻ മാതിരി തന്നെയാണ്, നല്ല തിരക്കാണ്. ഇവിടെ എല്ലാ ട്രെയിനുകളും വരും കേട്ടോ. എല്ലാ സ്റ്റേഷനിലെ ട്രെയിനുകളും ഇവിടെ വരും. എന്താ തീരുമാനിച്ചതിൽ ചേട്ടാ? നമുക്ക് ആ വണ്ടിയിൽ പോകണം ബെറ്റർ. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഓരോ വണ്ടികൾ ഓരോ സ്ഥലത്തു നിന്ന് ഓരോ കണക്ഷനിലേക്ക് ടാക്സി വിളിച്ച് പോകുമ്പോഴേ അത് റേറ്റ് കൂടും. മനസ്സിലായില്ലേ? സർദാർജി നമുക്ക് എല്ലാം കാണിച്ചു തരും. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു സർദാർജിനെ കണ്ടു. ആ സർദാർജി നല്ലൊരു ഡീലാണ് തന്നത്. 1500 രൂപയ്ക്ക് നമുക്ക് എല്ലാ മുംബൈയും കാണിച്ചു തരും. ഇന്നിപ്പോൾ ഒരു 4 മണി വരെ ഈ ചേട്ടൻ്റെ കൂടെയാണ് നമ്മൾ. बैग वाले मेरी बात सुनिए. गेट ऑफ इंडिया जाने तक के 4-5 पॉइंट पड़ेगा. मैं हिंदी में बोलूँगा और वो आप लोग जानकारी करने के लिए आप लोग सुनते रहिएगा, ठीक है? पहला पॉइंट देखिए, ये GPO है, पोस्ट ऑफिस सबसे बड़ा मुंबई का यही पोस्ट ऑफिस है सामने. ഇതാണ് ഇവിടുത്തെ ഈ सबसे बड़ा പോസ്റ്റ് ഓഫീസ് ഒക്കെ. मुंबई का सबसे बड़ा. ഇത് മുംബൈയിലത്തെ ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസാണ്. മനസ്സിലായില്ലേ? GPO പോസ്റ്റ് ഓഫീസ് പോയിട്ടുണ്ട്. ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസാണ്. ഇതാണത് മുംബൈത്തെ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി. ഇവിടെയാണ് മൂവീസിൻ്റെ കോർട്ട് സീനിൻ്റെ ഔട്ട് സൈഡൊക്കെ കാണിക്കില്ലേ, അതൊക്കെ ഇവിടെയാണ് കേട്ടോ. ഇവിടെ നല്ല തിരക്കുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് BSE, ഇതാ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇവിടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതാ അതിൻ്റെ ബിൽഡിങ് കണ്ട. കുറേ പേരുണ്ട് കേട്ടോ ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട്. നമ്മൾ ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പോണ റൂട്ടിൽ കുറേ ചെറിയ ചെറിയ സ്പോട്ടുകൾ കാണാനുണ്ട്. ചില സ്പോട്ടുകൾ നമുക്ക് ഇറങ്ങി കാണാം, ചിലത് നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാം.
सामने जो है ना पुलिस कमिश्नर ऑफिस है, महाराष्ट्र पुलिस कमिश्नर ऑफिस। कौन सा क्या है? महाराष्ट्र पुलिस कमिश्नर ऑफिस। ये वाला क्या? अच्छा പപ്പാ ആ മുമ്പിൽ കാണുന്നുണ്ടല്ലോ അതാണ് മഹാരാഷ്ട്ര പോലീസ് കമ്മീഷണർ ഓഫീസ്. इस सामने पार्किंग है मेरी, किधर है? ये यहाँ रीगल? ये रीगल के पास में ये पार्किंग है, पेट्रोल पंप के आगे। हाँ अभी मैं वहाँ पे आपको छोड़ के आऊँगा ना, हाँ वहाँ पार्किंग नहीं है मेरा। अच्छा ओके. हाँ, वहाँ से आपको चल के यहाँ आना पड़ेगा। और रीगल के वहाँ पे ना? हाँ, हाँ ठीक है हाँ? ठीक है ठीक है. वजन वाला सामान हाँ लेके नहीं जाने का है। ओके जो कीमती सामान है, पैसा है, सोने दागिना है, हाँ वो सामान आप लेके जाओ। ओके हाँ? ओके ओके ओके. बाकी जो सामान रहेगा वो मेरी जिम्मेदारी। हाँ ओके हाँ? ठीक है ठीक है. बोटिंग अगर रहेगा तो मैं कर तो लेगा. आप करके आइएगा। हाँ ठीक है और बाकी गाड़ी आपको पेट्रोल पंप के आगे मिलेगी, वहाँ ठीक पे है, आ ठीक है. जाइएगा, वहाँ पे आपके इंतजार इन करेंगे। बीच में अगर आपको खाना खाना तो खा नहीं लीजिएगा. नहीं नहीं, वो ठीक है. खाना का अभी बाद में हम देखेंगे। हाँ ठीक है. आप जाइए, जब उसके बाद में ठीक है. देखेंगे। അപ്പോൾ നമ്മളെ പറഞ്ഞു നോക്കൂ, ഇപ്പോൾ നമ്മൾ ഗേറ്റ് ഓഫ് ഇന്ത്യ ഇവിടെ എത്തി. ഓക്കെ, നമ്മൾ സാധനങ്ങളൊക്കെ വേണച്ചാൽ ഇവിടെ വെക്കാം, പൈസ മിസ്സിങ് നമുക്ക് കൊണ്ടുപോകാം. ആ തൂക്കി കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടേക്കും ഇവിടെ വണ്ടിയിൽ വെച്ചിട്ട് പോവാം. ഒന്ന് വെച്ച് പോകുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ നമ്മൾ ഇറങ്ങല്ലേ, പിന്നെ വണ്ടി അവിടെ നിന്ന് കിട്ടുള്ളൂ റീഗലിന്. ഓക്കെ നമ്മൾ ഇറങ്ങല്ലെന്നാ ശരി. ഉത്തരത്തെ അങ്ങനെ ആ ചേട്ടൻ ഞങ്ങളെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ കൊണ്ടുപോയി. ഇനി ഇവിടുന്ന് നമുക്ക് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ എൻട്രിയാണ്. നല്ല സെക്യൂരിറ്റി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെൽക്കം ടു ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അങ്ങനെ ഞങ്ങൾ എൻട്രി ഒക്കെ കഴിഞ്ഞ് ഇതാ നമ്മളുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് നമ്മൾ എത്തി. പിന്നെ വേറൊരു കാര്യം, ഇവിടെ നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാലേ ടൂറിസ്റ്റുകാർ വന്ന് അങ്ങോട്ട് നമ്മളെ പൊതിയും. ആ പാക്കേജ് ഈ പാക്കേജ് എന്നൊക്കെ പറയട്ടെ. അപ്പം നമ്മളെ ബുദ്ധി അനുസരിച്ച് നമ്മൾ എന്താണ് നമുക്ക് കംഫർട്ടബിളായി തോന്നുന്നത് നമുക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് പോകുകയാണെന്ന് വെച്ചാൽ അതും പോവാം. പക്ഷേ ഇൻഡിവിജ്വലായി പോയി കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും നമ്മൾ ടാക്സി നമ്മൾ തന്നെ അറേഞ്ച് ചെയ്യണം. ഇവരുടെ സെറ്റപ്പിൽ പോകുകയാണെന്ന് വെച്ചാൽ അവരുടെ ഒരു പാക്കേജിൽ നമുക്കെല്ലാം കാണിച്ചു തരും. പക്ഷേ എല്ലാത്തിലും പോയി തലവെച്ച് കൊടുക്കരുത്. അപ്പം നമ്മൾ ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം അതിനുള്ളിൽ ഡിസിഷൻ എടുക്കാൻ. അപ്പോൾ മനസ്സിലായല്ലേ, പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇവർ വന്ന് അങ്ങോട്ട് നമ്മളങ്ങനെ കുറേ കൺവിൻസ് ചെയ്യാൻ നോക്കും. അപ്പോൾ ചിലതൊന്നും കേട്ട് നിൽക്കരുത്. 2008 നമ്മളെ 26/11 ഉണ്ടായിരുന്നില്ല, ടെററിസ്റ്റ് അറ്റാക്ക്. അത് ഇവിടെയാണ് ഉണ്ടായിരുന്നത്. അന്നൊക്കെ ഞാൻ വർക്ക് ചെയ്യായിരുന്നു റിലയൻസിൽ, ഇവിടെയായിരുന്നു മുംബൈയിൽ. അപ്പം അന്നാണ് ഈ ഷോക്കിംഗ് ന്യൂസ് കേട്ടത്. അപ്പോൾ ആ സമയത്തേക്ക് ഇവിടത്തൊക്കെ ഭയങ്കര സെക്യൂരിറ്റി ആയിരുന്നു കേട്ടോ അല്ലേ. അങ്ങനെ ഈ ചേട്ടൻ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫോട്ടോസ് ചെക്ക് ചെയ്യാം അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഇവിടെ നമ്മൾ ഒരു 2 ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ആ ഫോട്ടോ എടുക്കുന്ന ആൾ നല്ല ഫോട്ടോസ് എടുത്ത കാരണം ഞങ്ങളൊരു 9 ഫോട്ടോ കൂടെ സെലക്ട് ചെയ്തു അല്ലേ. ഒരു ഫോട്ടോന് 30 റുപ്യ, 270 റുപ്യയായി. അങ്ങനെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയൊക്കെ മോസ്റ്റ്ലി കണ്ടു. ഇനി ഞങ്ങളിപ്പോൾ പോണത് ബോട്ടിങ്ങിനാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ് ബോട്ടിങ്. ഒരു ഹാഫ് ആൻ അവർ റൈഡാണ്. 130 റുപ്യ ടിക്കറ്റാണ് ഒരാൾക്ക് കേട്ടോ. അടുത്ത സ്പോട്ട് ഞങ്ങൾ വന്നത് നരിമൻ പോയിൻ്റ് ആണ് കേട്ടോ. മുംബൈയിലത്തെ നരിമൻ പോയിൻ്റ്. ഇത് നല്ല ബിസി ഏരിയ ആണ്, തിരക്കുള്ള ഏരിയ ആണ് കേട്ടോ. ഇപ്പോൾ നട്ടു ഉച്ചയാണ്, ഏകദേശം 2 മണിയായിരുന്നു. എന്നിട്ട് ഇവിടെ നല്ല തിരക്കാണ്. ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് നേരെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മറീൻ ഡ്രൈവ് ആണ് കേട്ടോ. ഈ പോയിന്റിനെ നരിമൻ പോയിന്റ് എന്നാണ് പറയുക. कोल्ड पानीपुरी 2 प्लेट पानीपुरी दे. ठंडा ठंडा चाहिए. ठंडा ही है ना. कोल्ड पानीपुरी കഴിച്ചോ. मीठा ज़्यादा डालना भैया. കഴിച്ചോ. പാറുവിന്റെ കൈയൊന്ന് കഴുകി. കണ്ടെന്നല്ല, കൂടുതലല്ലാതെ. हाँ ये कैंटीन है.
NTയിൽ അംബാനിയുടെ വീട്. ഏതെങ്കിലും ഏട്ടാ? ദാ ഇതാണ് മുകേഷ് അംബാനിയുടെ വീട്. അതിന് ഏത്? ദാ ഈ സാധനം ഇതാണ്ടാ കൊമ്പുള്ള वाई वाला कौन सा ये ग्रीन वाला है ना? नहीं, वाई वाला जो बना है ना, ആ ചതുരാണ്. वाई वाला कांच में वाई बना है ना, हाँ वो W हाँ डब्ल्यू जो बना है वो हाँ W ഇതുണ്ടാ മുകേഷ് അതാണ് മുകേഷ് അംബാനിയുടെ മുകേഷ് അംബാനിയുടെ വീടാണത്. വീട്. പോണോ? ചായ കുടിച്ചു തരാം. अभी आपने ये बाहर से देखा है, हाँ मैं अभी आपको उसके घर के पास से लेके जाता हूँ. घर के पास से अच्छा. ഇതൊക്കെ പോഷ് ഏരിയ ആണ് കേട്ടോ. ഇവിടെയാണ് അംബാനിയും പിന്നെ വലിയ വലിയ ബിസിനസ്മാനും ടൈക്കൂണൊക്കെ ഇവിടെയാണ് താമസിക്കുന്നത്. ഇവിടെയൊക്കെ ഭയങ്കര സെക്യൂരിറ്റിയാണ് കേട്ടോ. 4 പുറം ക്യാമറയും കാര്യങ്ങളാണ് ഇവിടെ. ये आया बिल्डिंग. കൊൻസാ അംബാനിയുടെ വീടാണ്. പോലീസുകാരുണ്ട് അവിടെ. സെക്യൂരിറ്റി പോലീസുകാരുണ്ട്. ഇതാണ് വീട്. ഇതുമോ ഇതാണ് ഇതാ അംബാനിയുടെ വീട്. ഇതുണ്ടോ ആ ഇതാ അമ്മാനിയുടെ വീട്. ഇതുണ്ടോ ഇവിടെ നോക്കോ ये सिक्योरिटी लगे हुए हैं, ഇവിടെ നോക്കോ सब सिक्योरिटी लगे ഇങ്ങോട്ട് നോക്കോപ്പാ നോക്കോ हुए हैं, सब सिक्योरिटी लगे हैं. ആ ഇതില്ലേ ये इधर लगे हैं देखो. ഇതൊക്കെ സെക്യൂരിറ്റിയാണ് അംബാനിയുടെ വീടിന്റെ പുറത്തുള്ള. देखो यहाँ तक के है सिक्योरिटी. ആ എന്താ സെക്യൂരിറ്റീസ് അതൊക്കെ സെക്യൂരിറ്റി ജാമറും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ സെക്യൂരിറ്റിയാണ് അവരുടെ. ആ ഇവിടെ നോക്കിയേ വണ്ടിന്റെ മുകളിൽ തോക്ക് പിടിച്ച് നിൽക്കുന്ന കണ്ടോ മാറു? ഇതുണ്ടോ അടിപൊളിയാണ് അംബാനിയുടെ വീട്. അങ്ങനെ രാവിലെ മുതൽ കറങ്ങുമായിരുന്നു. ഇനി ഇവിടെ ഒന്ന് ഇറങ്ങട്ടെ. ഇനിയിപ്പോൾ തിരിച്ചു പോവാണ് വീട്ടിലേക്ക്, പൻവേലിലേക്ക് പോവാണ്. ഈ ചേട്ടനാണ് നമ്മളെ വണ്ടി ഓടിച്ച് ഇത്രയും സ്ഥലങ്ങളൊക്കെ കാണിച്ചത്. വയസ്സായ ചേട്ടനായിരുന്നു, പക്ഷേ ആ സ്ഥലത്തിൻ്റെ പേരും അതും ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. നല്ലൊരു ഹെൽപ്പിംഗ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ. രാവിലെ ഞങ്ങൾ 6:30 ഇറങ്ങിയതാണ്. പിന്നെ മുംബൈയിലത്തെ മിക്ക സ്ഥലങ്ങളും ഞങ്ങൾ കണ്ടു അല്ലേ. പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ കണ്ടു. അംബാനിയുടെ വീട് വരെ കണ്ടു. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോ കാണും വരെ ടിൽ ദെൻ